ഇനി നമുക്കൊരു പാസ്ത ഉണ്ടാക്കാവേ. വൈറ്റ് സോസ് പാസ്ത. ആദ്യം വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളച്ചോട്ടെ. വെള്ളം തിളച്ച് അതിനകത്തേക്ക് പാസ്ത ഇടണം. എന്നിട്ട് ഇച്ചിരി ഓയിലും ശകലം ഉപ്പും കൂടി ഇട്ട് വേണം ഇത് വേവിക്കാൻ. അല്ലെങ്കിൽ വിത്തേൽ ഉപ്പ് ഉണ്ടാകത്തില്ല. ഇതെല്ലാം ഇട്ട് ഒരു 5 മിനിറ്റ് ഇത് വേകട്ടെ. വെള്ളം തിളച്ച് വരാറാകുമ്പോഴത്തേനേ ഇടാവുള്ളൂ, അല്ല എല്ലാം കൂടി ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. ഉപ്പിട്ടു. ഇച്ചിരി ഓയിൽ ഒഴിച്ച്, സൺഫ്ലവർ ഓയിലാണ്, ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. അതൊഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് വെന്തോട്ടെ. അപ്പോഴത്തേനും നമുക്ക് വേറെ സാധനങ്ങൾ നോക്കാം ഉണ്ടാക്കാൻ. ബട്ടർ വേണം, വെളുത്തുള്ളി വേണം, ക്യാരറ്റ്, നമ്മുടെ ചുമന്ന മുളകില്ലേ, വറ്റൽ മുളക്, അത്, ഇച്ചിരി സബോള. പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് കരിയാതിരിക്കുക ഒരു ശകലം സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് സബോള, ഒരു കുഞ്ഞ് സബോളയാണ്, അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് അതും കൂടി ഇട്ടു. ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ട്, ഒത്തിരി വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഓവറായിട്ട് കുക്കാവേണ്ടത്. ജസ്റ്റ് ഒന്ന് വഴറ്റി. ഇതിനകത്ത് ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യം നമ്മൾ മറ്റേതിൽ പാസ്ത വേവിക്കാൻ വെച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ടിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മറ്റേത് വെന്തോന്ന് ഇടയ്ക്കൊന്ന് നോക്കുകയും വേണം. ഞാനൊരു ചെറിയ പാത്രം വെച്ച്, അത് നിറഞ്ഞുകൊണ്ട്, അതുകൊണ്ടൊന്ന് അടി പിടിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ആ പാൻ തന്നെ എടുത്താൽ മതി. അത് നമ്മൾ വഴറ്റി വെച്ച സാധനം വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ആ പാനിലേക്ക് കുറച്ചും കൂടി ബട്ടർ ഇട്ടിട്ട് വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് അതും ഇട്ട് നന്നായിട്ട് അത് മൂക്കണം. വെളുത്തുള്ളി ഇച്ചിരി കൂടെ നല്ലപോലെ മൂക്കണം. വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ വറ്റൽമുളകില്ലേ, അതൊന്ന് ക്രഷ് ചെയ്യേണ്ടതാണ്. ഇവിടെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർക്കൊന്ന് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എരിവാകുമല്ലോ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് മുറിച്ചതേ ഉള്ളൂ. അതും കൂടിയിട്ടൊന്ന് മൂപ്പിച്ച് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി മൈദ, ഒരു 2 സ്പൂൺ മൈദ കാണും. 2 സ്പൂൺ മൈദ ഇട്ട് മൈദ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ആ ബട്ടറിൽ കിടന്ന്. അത് ആ ചുമന്ന മുളക് ഇട്ടത് കൊണ്ട് ആ ഒരു കളറ് വന്നത്. അല്ലെങ്കിൽ നല്ല ക്രീം കളറ്, നല്ല ക്രീമി ആയിട്ട് കിട്ടും നമുക്ക്. ഇത് ഇടയ്ക്ക് അതെല്ലാം ഉള്ളതുകൊണ്ട്. പിന്നെ ഇച്ചിരി ബട്ടർ പോരാൻ തോന്നിയതുകൊണ്ട് ഞാനൊരു 2 പീസ് ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ അതൊന്നും ഫ്രൈ ആക്കി എടുക്കണം ആ മൈദ. ഫ്രൈ ആക്കി എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഫുള്ള് വേണ്ട പാല്. ഇവിടെ ഒത്തിരി ക്രീമി ആയിട്ടിരിക്കുന്ന വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അളവ് ഇച്ചിരി കുറച്ചത്. നന്നായിട്ട് ഇളക്കി മിക്സാക്കി അതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. അതിനകത്തോട്ടൊരു ശകലം ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ പാത്രം മാറ്റി, ഇച്ചിരി വലിയ പാത്രം എടുത്തേ, മറ്റേത് ചെറിയ പാത്രമായിരുന്നു. എന്നിട്ട് നമ്മൾ ആ വൈറ്റ് വെച്ച് ക്യാരറ്റും എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ചു. കുറച്ചും കൂടി ഞാൻ പാലൊഴിച്ചേ. എന്നിട്ട് ശകലം ഒറിഗാനോ ഒന്ന് തൂവിയിട്ടുണ്ടേ. ഒറിഗാനോ ആണ് ഇനി മെയിൻ ഇടേണ്ടത്. ആ ഒരു ടേസ്റ്റും പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന് തിളച്ചോട്ടെ. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേന് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത എടുത്ത് ഇതിനകത്തോട്ടേക്ക് ഇടണം. ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കുക. മിക്സാക്കി ഇനി ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഓൾറെഡി എല്ലാം വെന്തിരിക്കുന്ന. ഒന്ന് മിക്സാക്കി നല്ലപോലെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കി എടുത്താൽ മതി. വേണമെങ്കിൽ ശകലം ബട്ടറും കൂടി ഇടാം. ആയിട്ടുണ്ടേ. നല്ല ടേസ്റ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന. എടുത്തു വെച്ചു, പാത്രം കരിയായി.